കാലത്ത് എനിക്ക് പോവാ ഞങ്ങൾ എങ്ങോട്ട് ചന്തയിൽ പോവാ. അപ്പൊ കറക്റ്റ് സമയമില്ല, നമ്മൾ വിചാരിച്ച സമയം 5:15 എത്ര എന്നല്ല പറഞ്ഞു അല്ലേ? അതിന്റെ ഉള്ളിലെത്തി പാർക്കിംഗ് അങ്ങോട്ട് റീറ്റെയിൽ കസ്റ്റമേഴ്സ്. നമുക്ക് ബില്ലിംഗ്സ് ഗേറ്റിന്റെ ഉള്ളിൽ തന്നെ കാർ പാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് പുറത്ത് എവിടെയും കാർ പാർക്കിംഗ് തപ്പി പോകണ്ട. നമ്മൾ ലണ്ടൻ സെൻട്രലിൻ്റെ ആണെങ്കിലും എവിടെയും ടോൾ എവിടെയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. നമുക്ക് ഡയറക്റ്റിൻ്റെ ഉള്ളിൽ കയറാം. 2 ടൈമിങ്സാണ് കണ്ടത്. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഗൂഗിളിൽ കണ്ടു. ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ കണ്ടത് 5 മണിക്ക് തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല വണ്ടികളുണ്ട്, തിരക്കുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. മീൻ വാങ്ങിച്ച് കുറേ പേര് നടക്കണ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അവിടെ ഉണ്ടായിരുന്നു. അയ്യോ, നമുക്ക് തിരിക്കാൻ പറ്റില്ല. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും സഫാരി മല്ലി ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. യൂട്യൂബ് ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഒരു ഡെയിലി വ്ളോഗല്ല, എന്നാലും ഉള്ള ചെറിയ ചെറിയ വ്ളോഗുകളാണ് ഡെയിലി ലൈഫിനെ കുറിച്ചുള്ളത്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് അൽഫോൻസ്. നമ്മൾ കുരുവിനെ നേരത്തെ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ രാത്രി ആയിട്ട് ഇപ്പം പിള്ളേരും കൂടി എങ്ങോട്ട് പോവാന്ന്. രാത്രി എന്നല്ല, പകല് 5:15 സമയം ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോവുക. അപ്പോൾ ഇവിടെ ലണ്ടനിലുള്ള ഫസ്റ്റ് ലാർജസ്റ്റ് ഫിഷ് മാർക്കറ്റാണ് ബില്ലിംഗ്സ് ഗേറ്റ് ഫിഷ് മാർക്കറ്റ്. ലണ്ടനിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കാം. ഇപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും കാർ പാർക്ക് ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിൽ സൗകര്യമുണ്ട്. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, കാർ അവിടെ പാർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കുറേ ലിസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, മീനുകൾ വാങ്ങാനും സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് വാങ്ങും. പിന്നെ ഇത് കുറേ നാളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ എണീക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതുവരെ എത്താൻ പറ്റാറില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് വാശിക്ക് ഞങ്ങൾ എടുത്തു. ഞങ്ങളപ്പം ബെറ്റ് വെച്ചൊരു പേരുണ്ട്, നിങ്ങൾ പോവില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ എത്തി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം, മീൻ വാങ്ങാം. അപ്പം നമുക്ക് ലണ്ടനിലുള്ള ഫിഷ് ചന്ത കാണാം. സിറ്റി ഓഫ് ലണ്ടൻ, ബില്ലിംഗ്സ് ഗേറ്റ് മാർക്കറ്റ്. സീ ഫുഡ് സ്കൂളോ ഇതിൻ്റെ ഉള്ളിലോ? ശരി, ഇപ്പോൾ ഒരു ഭാഗ്യം ഇതിട്ടിട്ട് വന്നു. അതല്ലേ സാൽമൺ, 40 പൗണ്ട് ഈച്ച്. Helping you out, Scotty. ഇതല്ലേ സീ ബാസ്? ഇതല്ലേ സീ ബാസ്? നല്ല മീനാട്ടോ. അവൾക്ക് നല്ലതാ. മാക്കിൽ 5 എണ്ണം 10 പൗണ്ട്. ഇതൊരു സുഖമുണ്ടോ? കുഴപ്പമില്ലല്ലേ കണ്ണൊക്കെ കണ്ടിട്ട്? ഫ്രഷ് ആയിട്ട് അത് ഇളകുന്നുണ്ട്. കൈയിട്ട് നോക്കി,
മാന്തോ നോക്കാം. സാധനം ഞാൻ ആദ്യത്തെ പക്ഷെ എൻ്റെ കണ്ണ് സുഖമില്ല. ഫ്രഷ് സീ ഫുഡിൻ്റെ ഇടയിൽ ഫ്രോസൺ ഫുഡും ഉണ്ട് അല്ലേ? ഇത് സാൽമൺ തലി ഇല്ലേ? സാൽമ ഒരെണ്ണം 30, 2 എടുത്ത് 50. കണ്ടോ, ഓരോ സാൽമനും തന്നെ വ്യത്യാസം വരില്ല നീ പറഞ്ഞ പോലെ. പക്ഷെ ഇതിൽ കൂടുതലും വലിപ്പം കാരണമാണെന്ന് തോന്നുന്നു എനിക്ക്, അല്ലേ? സ്കിൻ ചെയ്തണ്ടൊക്കെ ഒരുപോലെയാ. ചൂണ അങ്ങനെ ഞങ്ങൾ ആദ്യം കടകൾ കയറി നടന്ന് കാണുമായിരുന്നു. ഞാൻ വെബ്സൈറ്റിൽ നോക്കി 64 കടക്കാരാണ് അവിടെ ഉള്ളത്. മലയാളി ചേട്ടന്മാർ, ഹിന്ദി ചേട്ടന്മാരെയൊക്കെ ഞങ്ങൾ കണ്ടു. അതിൻ്റെ ഇടയിൽ വളരെ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയിലൊക്കെയാണ് അവർ ഒതുക്കി വെച്ചാൽ. കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും. പിന്നെ സ്മോക്ക്ഡും ഉണ്ടായിരുന്നു. ഈ ബോക്സ് മൊത്തം 9 പൗണ്ട്. ഇല്ല, 10 പൗണ്ട് 1 കിലോ. We received it today. Sorry. Thank you. Thank you. How much did everyone pay? 109. Thank you. 75. Yeah, Charlie. Wait. You pick card? Not yet. ഞങ്ങളുടെ ബില്ലിങ്സ് ഗേറ്റിലെ ഫിഷ് മാർക്കറ്റിലെ പർച്ചേസ് കഴിഞ്ഞു. അവൾക്ക് താങ്ങാൻ കൂടി ശേഷിയില്ല, അവളെക്കാളും വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ? നല്ല രസമായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു, കാണാനും നല്ല രസമായിരുന്നു. നല്ല ഫ്രഷ് മീൻ. അതെ, ഫ്രഷ് മീനുണ്ട്, ഫ്രോസൺ ഉണ്ട്. അവർ എനിക്ക് തോന്നുന്നു 2 ദിവസം കൊണ്ടുവന്നത് ഫ്രോസൺ ചെയ്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കടകളുണ്ട്. നല്ല മീൻ വറുത്ത മണം വരുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ഇവിടെ പാർക്കിംഗ് ഉണ്ട്, നിങ്ങൾക്ക് അത് പേ ചെയ്യണം. പേ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഗോറിങ്കോ അത് ലൊക്കേഷൻ സൈറ്റൊക്കെ അവിടെ തന്നെ അവർ എഴുതിയിട്ടുണ്ട് പല വരിയിലും. അപ്പോൾ അത് ചെയ്യുക. പിന്നെ മെയിൻ കാര്യം, നിങ്ങൾ ഏത് മീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളൊരു മനസ്സിൽ ഐഡിയ ആയിട്ടും പൈസയായിട്ടും വരണം. പൈസയാണ് എല്ലാ കടകളും ചോദിക്കുക. അവർ കാർഡ് എടുക്കത്തില്ല. കാർഡ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇപ്പം ഞങ്ങളൊരു കടയിൽ പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ട്, കുറച്ച് എമൗണ്ട് ഇല്ല. അപ്പോൾ അവർ ഫുള്ളുള്ള എമൗണ്ട് കാശുള്ളത് മൊത്തം ക്യാഷ് എടുത്തു, എന്നിട്ട് പിന്നെ കാർഡ് ചെയ്യുമായിരുന്നു. പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൈസ് കുറവുണ്ടാവും. ഇപ്പോൾ സാൽമനോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ ഫിക്ഷൻ എടുത്താൽ കുറവ് വരും. ബോക്സ് ആയിട്ട് എടുത്താൽ നല്ല കുറവ് വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ കണ്ടത് ചാളയ്ക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിക്ക് 9 പൗണ്ട് ഉണ്ടായുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി കാണുന്നവരെ ടാറ്റാ. ആൾക്കാർ